ഇന്ത്യയും ഇറാനുമായി കൈകോർക്കുന്നതിന്റെ കണ്ണുകടിയിലാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ അസംസ്കൃത എണ്ണയുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വ്യാപാരത്തിലും ഗതാഗതത്തിലും പങ്കാളികളാണെന്ന് ആരോപിച്ച് ഇന്ത്യ ആസ്ഥാനമായുള്ള 4 കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതും ഇതിന്റെ ഉദാഹരണമാണ്. ഇറാന്റെ എണ്ണ ഉൽപ്പാദനമാണ് ട്രംപിന്റെ പ്രശ്നങ്ങളിലൊന്ന്. റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി റഷ്യയുടെ എണ്ണവിഹിതം പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ തകർക്കുന്നത് ഇറാനിൽ നിന്നുള്ള എണ്ണയാണ്. ട്രംപ് മോഡി കൂടിക്കാഴ്ചയിൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാമെന്ന് ഇന്ത്യ വാക്കാൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അവിടെയും ഇറാൻ വില്ലനാകുമെന്ന ഭയമാണ് ട്രംപിന്. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ കമ്പനികൾക്കുള്ള വിലക്ക്. ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിന് തയ്യാറെടുക്കുന്നത് ചൂണ്ടിക്കാട്ടി അവിടെ നിന്നുള്ള എണ്ണയ്ക്കും ഉപരോധം കൊണ്ടുവരാനാണ് നീക്കം. എന്നാൽ ഈ നീക്കങ്ങളെ വിലകൽപ്പിക്കാതെ ഇറാനുമായുള്ള ചബൽഹാർ തുറമുഖ പദ്ധതിക്ക് തുടർന്നും പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് ഇറാനുമായുള്ള ചബൽഹാർ പദ്ധതി നിർണായകമാണെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ 46ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്നൊരു പരിപാടിയിൽ ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ പ്രാദേശിക സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ജയ്ദി മജൂംദാർ എടുത്തു പറയുകയുണ്ടായി. സഹകരണം ഇറാനുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും നിർണായക വശമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതായാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. 2024 മെയ് 13 ഇന്ത്യയും ഇറാനും തന്ത്രപ്രധാനമായ ചബൽഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത്. തെക്ക് കിഴക്കൻ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ചബൽഹാർ തുറമുഖം ഇന്ത്യൻ മഹാസമുദ്രവുമായി നേരിട്ടുള്ള കടൽ വ്യാപാരം വാഗ്ദാനം ചെയ്യുന്ന തുറമുഖമാണ്. മധ്യേഷ്യൻ വിപണിയിലേക്കുള്ള തന്ത്രപരമായ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയെ ഏറ്റവും അധികം സഹായിക്കുന്ന മേഖലയാണിത്. കൂടാതെ അറബിക്കടലിലെ ചബൽഹാറിന്റെ സ്ഥാനം ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ഇസ്രായേൽ ഗസ സംഘർഷത്തിനിടയിലും ഇന്ത്യ ഇറാനുമായി സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഊർജ്ജ സുരക്ഷയിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളിലൊന്നുമാണ് ഇറാൻ. ഇന്ത്യയുടെ ഉയരുന്ന സമ്പദ്വ്യവസ്ഥയ്ക്ക് ഇറാൻ എന്ന ഊർജ്ജോൽപാദക രാജ്യം അതിപ്രധാനമാണ്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോറിലെ നിർണായക കണ്ണിയായി മാറാനുള്ള സാധ്യതയും ചബൽഹാറിനുണ്ട്. ഇന്ത്യയെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചബഹാർ തുറമുഖം ഇന്ത്യക്കും ഇറാനും ഒരുപോലെ തന്നെ പ്രധാനമാണ്. മാത്രമല്ല ടൂറിസം, വ്യാപാരം, സാംസ്കാരിക വിനിമയം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി സംരംഭങ്ങൾ ഇരുകൂട്ടരും നടത്തി വരുന്നുമുണ്ട്. ചബഹാർ തുറമുഖത്തിന്റെ വികസനം ഉൾപ്പെടെ ഇന്ത്യ, ഇറാൻ, അർമേനിയ ത്രിരാഷ്ട്ര കൂടിയാലോചനകൾ ഈ സഹകരണം ഇനിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടുകയാണ്. ചബൽഹാർ തുറമുഖത്തിന്റെ വികസനം ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയ്ക്കിടയിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും കരയാൽ ചുറ്റപ്പെട്ട മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് ഒരു ബദൽ മാർഗം ഒരുക്കുന്നതിനും സഹായകമാണ്. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലെ വിപണി ലക്ഷ്യമിട്ട് അമേരിക്കൻ കമ്പനികളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു വരികയാണ് ട്രംപ്, പ്രത്യേകിച്ച് എണ്ണയുടെ. ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലിയ വിപണിയായി കാണുന്നത് ഇന്ത്യയാണ്. കാരണം ഏറ്റവും വലിയ ജനസംഖ്യ ഇന്ത്യയിലാണെന്നത് തന്നെ. ചൈനയുമായി അത്ര രസത്തിലല്ലാത്തതിനാൽ ഇന്ത്യൻ വിപണി അമേരിക്കയ്ക്ക് ഏറെ നിർണായകമാണ്. എന്നാൽ പുതിയ റൂട്ട് വഴി ഇന്ത്യ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഇതര രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാൽ അമേരിക്കയുടെ സ്വപ്നം അസ്ഥാനത്താകും. ഇന്ത്യക്ക് താരിഫ് ഭീഷണിയെ ഭയക്കേണ്ടതായും വരില്ല. അതിന് ഇന്ത്യ ഇറാൻ ബന്ധം ശക്തമായാൽ മാത്രം മതി. ഇതിന് തടയിടാനാണ് ഇറാനും ഇന്ത്യക്കുമിടയിൽ ട്രംപ് ഉപരോധ ഭീഷണി ഇറക്കുന്നത്.